ആപ്കി അദാലത്തിൽ BJP നേതാവായ നിഷികാന്ത് ദുബെയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം പാർലമെന്റിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിഷികാന്ത് സർ, ഞാൻ കുറച്ചാളിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ കോൺഗ്രസും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള MPമാരും സ്ത്രീകൾ പ്രധാനമന്ത്രിയുടെ സീറ്റിന് ചുറ്റും അവർ നിൽക്കുകയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് പ്രധാനമന്ത്രി ഒരു കാരണം മാത്രമാണ്, ലക്ഷ്യം നിഷികാന്താണെന്ന്. എന്നോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് തോന്നുന്നു. താങ്കളുടെ കുസൃതികൾ അത്രത്തോളമാണ്. ഞാൻ സത്യമേ പറയൂ. സത്യം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പുറത്തു വരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പരിഭ്രമിക്കുന്നു. ഇതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. താങ്കൾ തീ കത്തിക്കുകയാണ്. അല്ല, ഞാൻ തീ കെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇന്നലെയാണ് കിരൺ റിജിജു ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതായത് പ്രധാനമന്ത്രി വന്നില്ലെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും അതിൽ ആ ഫ്രെയിമിൽ ഒരു ഭാഗത്തായി നിൽക്കുന്നത് കാണാം. ഞാൻ കൈകൾ പോക്കറ്റിലിട്ടുകൊണ്ട് നിൽക്കുന്നത് മുഴുവനായും കാണാൻ കഴിയും. എന്നെ കണ്ടിട്ടാണ് മറ്റുള്ളവർ ഭയക്കുന്നത്. എന്നെ ആർക്കും ഭയപ്പെടുത്താനാവില്ല. പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോണിയാജി ആയിക്കോട്ടെ, അതോ അല്ലെങ്കിൽ രാഹുൽജി ആയിക്കോട്ടെ, അവരാണ് പേടിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, പെൺ MPമാർ നിഷികാന്ത് ദുബെയുടെ അടുത്തേക്ക് വന്നപ്പോ ബുള്ളറ്റ് ട്രെയിൻ പോലെ അദ്ദേഹം പേടിച്ചോടിയെന്ന്. ബുള്ളറ്റ് ട്രെയിനോ? അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ ബുള്ളറ്റ് ട്രെയിൻ പോലെ ഓടുമായിരുന്നെന്ന്. പക്ഷെ ഞാനിപ്പോ പറയാം, അവരാണ് എന്നെ കണ്ട് ഭയപ്പെട്ടത്. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പാർലമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കോൺഗ്രസുകാർ മുഴുവനും പേടിച്ച് വിയർത്തൊലിക്കും ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. പ്രിയങ്കാജി എവിടെയാണെങ്കിലും മുന്നോട്ട് ഓടി വരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ്. അതായത് അവരാണ് ഭയപ്പെടുന്നത്, അല്ലാതെ ഞങ്ങളല്ല. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? മോഡിയാണ് ഞങ്ങളുടെ ലീഡർ. മോഡിയെ കണ്ട് ലോകം മുഴുവൻ ഭയപ്പെടുന്നു. താങ്കൾ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, സ്വഭാവം ശരിയല്ല, ദേശദ്രോഹിയാണ്, ഇങ്ങനെയൊക്കെ താങ്കൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു. സ്പീക്കർ എന്തോ തടയുന്നത് പോലെ അഭിനയിച്ചു, താങ്കളും ഒന്നും നിർത്തിയതുമില്ല. അല്ലല്ല, സ്പീക്കർ തടയുന്ന പോലെ അഭിനയിച്ചൊന്നുമല്ല, യഥാർത്ഥത്തിൽ തടയുകയായിരുന്നു. ഞാൻ സംസാരിക്കുമായിരുന്നു. മൈക്ക് ഓണായിരുന്നു എന്ന് എനിക്കറിയാം. അത് മൈക്ക് വെച്ചവരുടെ തെറ്റാണ്. ഞാൻ പറയാനുള്ളതെല്ലാം അപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞാൻ പറഞ്ഞൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. ആ പുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു അതാണ് ഞാൻ വായിച്ചു പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇതിനെ താങ്കൾ എങ്ങനെയാണ് ന്യായപ്പെടുത്തുന്നത്? ഈ രാജ്യത്ത് സംഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നെഹ്റു കുടുംബമാണെന്ന് പറയുന്നു. പട്ടിണി, സ്വഭാവദൂഷ്യമുള്ള കാര്യങ്ങൾ, ദേശദ്രോഹം, അഴിമതി, ഇതെല്ലാം അവർ ചെയ്തതായിട്ടാണ് പറയുന്നത്. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളെല്ലാം സത്യമാണ്. നിങ്ങൾ പറയൂ, നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രധാന പ്രശ്നം ഇപ്പൊ ചൈനയാണ്. ചൈന ഒരിക്കലും നമ്മുടെ ബോർഡറല്ല, അതിർത്തി പങ്കിടുന്നില്ല. ഇംഗ്ലീഷുകാർ പോകുമ്പോൾ നേപ്പാൾ, പിന്നെ ഭൂട്ടാൻ, പിന്നെ ടിബറ്റ് നമുക്കൊരു ബഫർ രാജ്യമായി തന്നിട്ട് പോയതാണ്. പക്ഷെ ചൈന ഒരിക്കലും അങ്ങനെയല്ല. ടിബറ്റിന്റെ കാര്യം നമുക്ക് സമ്മതിക്കാം. ടിബറ്റ് ചൈനയുടെ ഭാഗമായ ഉടനെ ചൈന നമ്മുടെ ബോർഡറായി. പാകിസ്ഥാനുമായിട്ട് പ്രശ്നമുണ്ട്. വിഭജനം എന്തുകൊണ്ടാ ഉണ്ടായത്? എഡ്വിനയുടെയും നെഹ്റുവിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോ കാണിച്ച പുസ്തകം, അതിലെന്താ എഴുതിയിരിക്കുന്നത്? അവർ ജീവിതത്തിൽ എപ്പോഴും എൻജോയ് ചെയ്യുമായിരുന്നു. അതിന്റെ കാരണം എന്താ? മൗണ്ട് ബാറ്റനുമായിട്ട് ഇവർ കരാറിൽ ഏർപ്പെട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതും ഇന്ത്യയെ വിഭജിച്ചു. ഈ പറയുന്ന പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗത്താണെങ്കിൽ അത് ആരുടെ കുഴപ്പങ്ങൾ കൊണ്ടാണ്? ചൈനയുമായിട്ട് നമ്മൾ ശത്രുതയിലാണ്, ടിബറ്റുമായിട്ട് നമ്മൾ ശത്രുതയിലാണ്. പറഞ്ഞു വന്നാൽ നിങ്ങളുടെ നിലപാട് കൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഇത് ആര് പറയും? ആര് സമ്മതിക്കും? തന്നെ പറയൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ ഈ രാജ്യം തന്നെ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഈ രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ പോയി താങ്കൾ സ്വഭാവദൂഷ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ? ഇതെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വ്യക്തിപരമായി പറഞ്ഞതല്ല. അതൊക്കെ ആ പുസ്തകത്തിലുണ്ട്. ചില പുസ്തകങ്ങൾ വിലക്കിയിട്ടുണ്ട്, ചില പുസ്തകങ്ങൾ താങ്കൾക്ക് മാത്രം എങ്ങനെ ലഭിക്കുന്നു? അതായത് എനിക്ക് എഴുതാനും വായിക്കാനും ഇഷ്ടമാണ്. താങ്കൾ ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും തെറ്റായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എമോ മത്തായി എഴുതിയ ഒരു ചാപ്റ്റർ കോട്ട് ചെയ്തിരിക്കുകയാണ്. എമോ മത്തായി, ഇത് ജനങ്ങളെല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. 1959 അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം നെഹ്റുജിയുടെ PA ആയിരുന്നു. അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു. ആ ട്രസ്റ്റ് ബിർലാജിയിലൂടെയാണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. ഇപ്പോഴുള്ള 30 ജനറൽ മാർക്ക് അത് മത്തായിയുടെ ഓഫീസായിരുന്നു. അതിന്റെ ട്രസ്റ്റ് രാജ്കുമാരി അമൃത് കൗർ പിന്നെ പത്മജ നായിഡുവുമായിരുന്നു. പല സാഹിത്യകാരന്മാരും അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് അഴിമതി കഥകളെക്കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ
1961 നെഹ്റു ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൽ വിഷ്ണു പ്രകാശ് ക്യാബിനറ്റ് സെക്രട്ടറി ആവുന്നു. അതോടുകൂടി ആ കമ്മിറ്റി റിപ്പോർട്ടിൽ മത്തായി ബിർളയുടെ എത്ര പണം വാങ്ങിച്ചിരുന്നു, മത്തായിക്ക് കൊടുത്ത 30 ജനുവരി മാർക്ക്, മത്തായി നിർമ്മിച്ച വീട് എല്ലാം വളരെ സത്യസന്ധമായി ചെയ്തതായിരുന്നു. എല്ലാം തന്നെ ട്രാൻസ്പെറന്റ് ആയിരുന്നു. മത്തായിയേക്കാളും വലുത് വേറൊന്നുമില്ലായിരുന്നു. അതായത് മത്തായി തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ 12 വർഷത്തോളം ഇന്ദിരാജിയുമായി ഹസ്ബൻഡ് വൈഫിനെ പോലെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇതിൽ എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? മത്തായി എഴുതിയത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. ഇനി അവർ വായിക്കട്ടെ. ആ ഷീ എന്നുള്ള ചാപ്റ്റർ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ മൊറാർജി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നില്ല. ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിനു വേണ്ടി പല സേവനങ്ങളും ചെയ്ത വ്യക്തിയാണ്. ഈ രാജ്യത്തിനു വേണ്ടി ജീവത്യാഗം ചെയ്തു. ഏതോ ഒരു വ്യക്തി അവരെക്കുറിച്ച് അങ്ങനെ എഴുതിയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, മത്തായിക്ക് നിങ്ങൾ ഒരു സത്യസന്ധമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് മത്തായി നിങ്ങളുടെ ഒരു ഭാഗമായിരുന്നു. അദ്ദേഹം ചെയ്തതെല്ലാം, അതായത് 12 വർഷം നെഹ്റുവിന്റെ PA ആയിരുന്നു അദ്ദേഹം, 1947 തൊട്ട് 1959 വരെ. അങ്ങനെയുള്ള മത്തായി എഴുതുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നു. മത്തായി മാത്രമല്ല, ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ കഥയുണ്ട്, പിന്നെ ദിനേശ് സിംഗ് ഉണ്ട്. ഇതെല്ലാം കള്ളമാവാൻ സാധ്യതയില്ലല്ലോ. ലളിത് നാരായൺ മിശ്രയുടെ കൊലപാതകത്തെ പറ്റിയുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയവരെല്ലാവരും, ഞാനിപ്പോൾ അതിന്റെ ലൈബ്രറി ഉണ്ടാക്കുന്നുണ്ട്. അതിൽ മത്തായിയുടെ പുസ്തകങ്ങൾ മാത്രമല്ല, ദിനേശ് സിംഗിന്റെ പുസ്തകം ഉണ്ടാകും, വീരേന്ദ്ര ബ്രഹ്മചാരിയുടെ പുസ്തകം ഉണ്ടാവും, പിന്നെ ലളിത് നാരായൺ മിശ്രയുടെ പുസ്തകം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളിൽ ഒരേ കാര്യം വരുമ്പോൾ നിങ്ങൾ പുസ്തകം എഴുതിയവരോട് ചോദിക്കണം, അവരുടെ പേരിൽ FIR ഇടണം. ഞാൻ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തെല്ലാം പുസ്തകങ്ങളാണ് നെഹ്റുവിനെതിരായിട്ട്, ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട്, രാജീവ് ഗാന്ധിക്ക് എതിരായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും താങ്കൾ ശേഖരിക്കാറുണ്ടോ? ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസവും വാട്സപ്പിൽ ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈബ്രറി തുടങ്ങാൻ പോകുന്നത്. ഒരേ സ്ഥലത്ത് എല്ലാ ഇൻഫർമേഷനും കിട്ടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2014 ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയത്ത് എല്ലാം സോഷ്യൽ മീഡിയയിൽ നടന്ന കാര്യങ്ങളാണ്. നിഷികാന്ത് ദുബെ എപ്പോൾ എഴുന്നേൽക്കുന്നു, എന്തു ചെയ്യുന്നു, ഏത് ഡ്രസ്സ് ഇടുന്നു, എങ്ങോട്ട് പോകുന്നു, പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, ആഭ്യന്തരമന്ത്രി എന്ത് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഭരണം 2014 വരെ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾക്ക് എഴുതാനും വായിക്കാനുമുള്ള താല്പര്യം തന്നെ തീരെ കുറഞ്ഞുപോയി. മൊബൈലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവർക്കൊരു ഊർജ്ജം നൽകുകയാണ്. 1947 മുതൽ 2014 വരെയുള്ള ചരിത്രം അറിയാൻ വേണ്ടിയാണത്. അതായത് താങ്കൾ ഏത് പുസ്തകം വേണമെങ്കിലും വായിക്കാൻ പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു പുസ്തകത്തിലെ 4 വരി വായിക്കുകയാണെങ്കിൽ അതിന് അനുവദിക്കില്ല താങ്കൾ. അങ്ങനെയൊരു പുസ്തകമുണ്ട്. അങ്ങനെയുള്ള ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഗാന്ധി കുടുംബത്തിന്റെ കാര്യമെടുത്താൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല വിവരമുള്ളവരാണെന്നൊക്കെ നമുക്ക് തോന്നും. അവരെ പാർലമെന്റിൽ ഒന്ന് നിർത്തി നോക്കിയിട്ട് സംസാരിക്കും. അവരെ ആരും തടഞ്ഞില്ലെങ്കിൽ പോലും അവർക്ക് 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു. ഇത് പത്രങ്ങളെല്ലാം എഴുതിയതാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഒരു ട്വീറ്റ് ഞാൻ കണ്ടിരുന്നു. നർവാന എഴുതിയ പുസ്തകത്തിൽ അതിന്റെ പുറം ചട്ട മാത്രമേ ഉള്ളൂ, അകത്ത് ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അതിൽ വായിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലോ. ഞാൻ രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് നാണം കെടാൻ പാടില്ലല്ലോ എന്ന് കരുതി. അദ്ദേഹം ഗാന്ധി കുടുംബത്തിന്റെ ഒരു മുഖമല്ലേ, അതുകൊണ്ട് നാണം കെടുന്നത് രക്ഷിച്ചതായിരുന്നു. താങ്കൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BJP നേതാക്കന്മാരല്ല നിയന്ത്രിക്കുന്നത്, കോർപ്പറേറ്റ് ബ്രോക്കർമാരാണ് നിയന്ത്രിക്കുന്നതെന്നാണ്. അതിലൊന്ന് നിഷികാന്ത് ദുബെ. എന്തിനാ പറഞ്ഞത്? നിങ്ങൾ പറയൂ. ഞാൻ എന്ത് കോർപ്പറേറ്റ് ബ്രോക്കർ പണിയാ കാണിച്ചത്? 2009 ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോ 2026 കഴിഞ്ഞു. ഈ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, ഇൻക്ലൂഡിംഗ് ഞങ്ങളുടെ മന്ത്രി, അതായത് ഈ കാര്യം ഞാൻ നിങ്ങളോട് മാത്രമല്ല, എന്റെ നേതാവ് പ്രധാനമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. ഏതൊരു മന്ത്രിയും കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഒരു കത്തും എഴുതിയിട്ടില്ല. ഒരു കോർപ്പറേറ്റുകളെയും ഞാൻ സഹായിച്ചിട്ടില്ല. ഒരു കോർപ്പറേറ്റുമായി എനിക്ക് ബന്ധമില്ല. ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇവര് അദാനിന്ന് മറുപടി കൂട്ടുന്നുണ്ടല്ലോ. എന്റെ ഗോഡയിലാണ് അദാനിയുടെ പവർ പ്ലാന്റ് ഉള്ളത്. ഞാനാണത് അവിടെ കൊണ്ടുവന്നത്. അതൊരു വികസനമല്ലേ മണ്ഡലത്തിന്റെ? രാജ്യത്തിലെ വേറൊരു മണ്ഡലത്തിലും അതുപോലെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ഒരു CSR ഫണ്ടും വാങ്ങിച്ചിട്ടില്ല, ഒരു വണ്ടി വാങ്ങിച്ചിട്ടില്ല. എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ കോൺഗ്രസിനോട് പരസ്യമായി ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് കോർപ്പറേറ്റുമായിട്ട് എന്ത് ബന്ധമാണെന്ന് പറയട്ടെ. ഒരു കാലഘട്ടത്തിൽ താങ്കൾ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചതായിട്ടാണ് പറയുന്നത്. അതെ, ഞാൻ ഡയറക്ടറായിരുന്നു. 1993 മുതൽ 2009 വരെ SRL ഡയറക്ടറായിരുന്നു. ഇത് ഞാൻ ഓപ്പണായിട്ട് പറയാണ്. SRന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ബ്രോക്കർ പണി ചെയ്യേണ്ടി വന്നേനെ. താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് പുസ്തകങ്ങളിൽ വായിക്കുന്ന സമയത്ത് ഈ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അവരുടെ കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ, തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പണം ചേർത്ത് വെച്ചു, അവർക്ക് വേണ്ടി ജോലികൾ ഉണ്ടാക്കി, അവർക്ക് വേണ്ടി വീടുകൾ കെട്ടി. പറഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ലൈസൻസ്, പെർമിറ്റ്, കോട്ട, ഗവൺമെന്റ്. അതിൽ ബിർലാജി എത്രയാണ് അടയ്ക്കുന്നത്? അതായത് സംഭാവനയുടെ കാര്യം. എത്ര പണം വന്നോ
1960 തെരഞ്ഞെടുപ്പിൽ, 62 തെരഞ്ഞെടുപ്പിൽ, 65 തെരഞ്ഞെടുപ്പിൽ എല്ലാം ടാറ്റയും ബിർലയും ഡാൽമിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ലൈസൻസ് പെർമിറ്റ് കോട്ട ഭരണത്തിൽ ബിർല അംബാസഡർ കാർ നിർമ്മിക്കും, പിന്നെ ബജാജ് സ്കൂട്ടർ നിർമ്മിക്കാൻ തുടങ്ങും, ഡാൽമിയാജി സിമന്റ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, ടാറ്റാജി സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. പുതിയ ബിസിനസ്സുകാർക്ക് അവസരമില്ല. ഇതൊക്കെ നടന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയണ്ടേ? അതല്ലേ അതിന്റെ ശരി. ഇതൊക്കെ താങ്കളോട് ആരാണ് പറയുന്നത്? ഇതെല്ലാം ഞാൻ വായിച്ചതാണ്. വായന എനിക്ക് വളരെ ഇഷ്ടമാണ്. ജനങ്ങളും ഇതൊക്കെ അറിയട്ടെ. എനിക്ക് റിസർച്ച് ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഉറങ്ങുന്നതിന് മുമ്പ് 2 മണിക്കൂറെങ്കിലും ഞാൻ പുസ്തകം വായിക്കാറുണ്ട്. കോൺഗ്രസിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിഷികാന്ത് ദുബെയെ കോൺഗ്രസിനെതിരായിട്ട് മോദിജിയാണ് പറഞ്ഞു വിടുന്നതെന്നാണ്. മോദിജി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന് അങ്കലാപ്പാണ്. ആരെങ്കിലും റാം 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 എന്ന് ജപിക്കുന്ന പോലെ പ്രതിപക്ഷം മോദി 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 എന്ന് ജപിക്കുകയാണ്. ആരെന്ത് ചെയ്താലും അത് മോദിജി ചെയ്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റിസർച്ചൊക്കെ ചെയ്യാൻ വേണ്ടി താങ്കൾ ഏതെങ്കിലും ഒരു ടീമിനെ വെച്ചിട്ടുണ്ട്? ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. 1 മാൻ ആർമി. 11 മണി മുതൽ രാത്രി 2 മണി വരെ ദിവസവും ഞാൻ 2 മണിക്കൂറെങ്കിലും വായിക്കും. അങ്ങനെ വായിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളോട് പറയാൻ കഴിയുന്നത്. താങ്കൾ രാത്രി മുഴുവനും മണിക്കൂർ കണക്കിന് നെഹ്റുവിനെക്കുറിച്ചും ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകങ്ങളെ വായിക്കാറുള്ളൂ? അല്ല, രാജ്യത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ പാർലമെന്റിന്റെ ഡിബേറ്റ് വായിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം പാർലമെന്റിൽ നടന്ന ചർച്ചകളാണ്. അതായത് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഓൺലൈനിലുണ്ടല്ലോ. നിങ്ങൾ ലൈബ്രറിയിൽ മെമ്പറായാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് കോൺഗ്രസിന്റെ ഒരു MP സ്പീക്കറിനെതിരായി കൊടുത്ത പരാതിയിൽ, സ്പീക്കറിനെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ പരാതിയിൽ അതിലും താങ്കളുടെ പേര് വന്നിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട പരാതി എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാരെ അപമാനിച്ചിരിക്കുകയാണ്. അത് സ്പീക്കർ തടഞ്ഞില്ലെന്നാണ് പറയുന്നത്. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളിത് കാര്യമാക്കരുത്. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതെല്ലാം പുസ്തകത്തിൽ എഴുതിയതുമാണ്. ഒരു തവണയല്ല, 50 തവണ പറയാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ താങ്കളുടെ കാര്യത്തിൽ സ്പീക്കറാണ് കുടുങ്ങിയത്. അദ്ദേഹത്തിനെതിരായിട്ട് റിമൂവൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. സ്പീക്കർ സാർ അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം എടുക്കാറുണ്ട്. കാരണം പ്രതിപക്ഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അവരുടെ ഭാഗത്ത് ഭൂരിപക്ഷമില്ല. സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ കരുണയിലല്ലല്ലോ. NDA ആണ് അദ്ദേഹത്തിന് ആ പദവി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം കാലം അദ്ദേഹം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ പറയുന്നത്. രാഹുൽ ഗാന്ധി ഒരുപാട് ഇലക്ഷനുകളിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് മീഡിയയും അദ്ദേഹത്തെ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. എവിടെയും ആ കാര്യം എത്തുന്നില്ല. ജനങ്ങൾക്കും താല്പര്യമില്ല, മീഡിയയ്ക്കും താല്പര്യമില്ല. അതുകൊണ്ട് അവർ പുതിയ പുതിയ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ സ്പീക്കർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല, മീഡിയ സംസാരിച്ചിട്ടില്ല, പക്ഷെ പാർലമെന്റിൽ താങ്കൾ മാത്രം സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് അവരല്ലേ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഞാൻ നിങ്ങളോട് കോൺഗ്രസിനെ കുറിച്ച് പറയാം. ബീഹാറിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. ഞാൻ ഇത് ചെയ്യും അത് ചെയ്യുമെന്നൊക്കെ വിളിച്ചു പറയും. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു, നർവാനയുടെ പുസ്തകം ഇറങ്ങി, എന്റെ അടുത്ത് ഇങ്ങനൊരു ഫയലുണ്ട്, ഞാൻ ആറ്റം ബോംബ് ഉണ്ടാക്കും, എന്നിട്ട് അവസാനം എന്താകും? ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്നു. ഓഡിയൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്കൾക്ക് കേന്ദ്രമന്ത്രി ആവാനാണോ ആഗ്രഹം, അതല്ല സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആവാനാണോ ആഗ്രഹം? സർ, ദയവ് ചെയ്ത് താങ്കൾക്ക് ഒന്നിനും ആഗ്രഹം ഇല്ലാന്ന് മാത്രം പറയരുത്. രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ സർ. രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് MP ആകണമെന്നുള്ള ആഗ്രഹമുണ്ടായ ആ കാലഘട്ടത്തിൽ എന്റെ മുൻഗാമികളായിരുന്നവര് മീനു മസാനി, മധു ലീമിയെ, ജോർജ് ഫെർണാണ്ടസ്, അടൽ ബിഹാരി വാജ്പേയി ഇങ്ങനെയുള്ള നേതാക്കളായിരുന്നു. പക്ഷെ പാർട്ടി എനിക്ക് തന്നൊരവസരം, ഞാനിപ്പോഴും അത് പറയും. പാർട്ടി എനിക്ക് തന്ന അവസരം ആസ് എ മെമ്പർ ഓഫ് പാർലമെന്റ്, എന്റെ പ്രവർത്തനങ്ങളുടെ മെച്ചം പാർലമെന്റിൽ അറിയാൻ കഴിയും. അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കൾ കാരണം പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്നതോർത്ത് താങ്കൾക്ക് സന്തോഷമാണോ? അല്ല, എന്റെ സന്തോഷം എന്താന്ന് വെച്ചാൽ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്നാണ്. അതിന് പാർട്ടി എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്.